സ്നേഹരാഗം ഭാഗം 8. അവൾക്ക് അവിടെ നിന്നും പോകണമെന്നായി. പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനാഞ്ഞപ്പോൾ നിൽക്ക് എന്ന് സാലറി അടങ്ങിയ കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അയാൾ ആ കവർ നീട്ടിയപ്പോൾ അവളത് സ്വീകരിച്ചു. അവൾ ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും ചോദിച്ചാലും അവൾ ഒന്നും മിണ്ടില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. പ്രകാശ് അവൾക്ക് പോകാൻ അനുവാദം കൊടുത്തു. സ്റ്റാഫ് റൂമിൽ ബാഗ് കൊണ്ടു ചെന്ന് വെച്ച് അവൾ ലാബിലേക്ക് ചെന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്. സാലറി കിട്ടിയില്ലേ എല്ലാവർക്കും? അവൾ ചോദിച്ചു. ഉവ്വ്, നിനക്ക് കിട്ടിയില്ലേ? അഞ്ജു ചോദിച്ചു. കിട്ടി, അവൾ മറുപടി പറഞ്ഞു. പക്ഷേ നിനക്ക് അതിൻ്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ, അജിത വീണ്ടും പറഞ്ഞു. നിനക്ക് തോന്നിയതാവും, അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവളിലെ ആ മാറ്റം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി. ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. അഞ്ജുവും അജിതയും ലഞ്ച് ബ്രേക്കിനായി കാത്തിരുന്നു, നന്ദനയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരക്കാൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. എനിക്ക് വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കണമായിരുന്നു. പക്ഷേ അർജുനേട്ടൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അവിടെ പോയി നിൽക്കുകയൊന്നും വേണ്ട, അർജുൻ്റെ കൂടെ പോയി രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വന്നാൽ മതി എന്നാണ് പറയുന്നത്. അർജുനേട്ടൻ ഈ ആഴ്ച വരുമോന്നറിയില്ല. അർജുൻ്റെ അനിയത്തി ഇപ്പോൾ എവിടെയാ? നന്ദനയോടായി അഞ്ജു ചോദിച്ചു. പൂജയും മോളും അർജുനേട്ടൻ്റെ വീട്ടിലുണ്ട്. ഹസ്ബൻഡ് നാട്ടിലില്ലെങ്കിൽ അവൾ അവിടെ തന്നെയാണല്ലേ കൂടുതൽ നിൽക്കാറുള്ളത്? അജിത് ചോദിച്ചു. ഇടയ്ക്കൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമെങ്കിലും അവിടെ അങ്ങനെ പോയി നിൽക്കാറൊന്നുമില്ല. അതും വല്ല വിശേഷ ദിവസങ്ങളിലും പോയി വരും, അത്രയേ ഉള്ളൂ. എന്നിട്ട് അർജുനേട്ടൻ്റെ അമ്മ പറയുന്നത് ഞാൻ നിൽക്കേണ്ടത് എൻ്റെ വീട്ടിലല്ല അർജുനേട്ടൻ്റെ വീട്ടിലാണെന്നാണ്. അതെങ്ങനെ ശരിയാവും? വിവാഹശേഷം ഏറ്റവും കൂടുതൽ ഞാൻ നിന്നിട്ടുള്ളത് അർജുനേട്ടൻ്റെ വീട്ടിലാണ്. വീട്ടിലെ വിരുന്നുകാരിയായിട്ട് 3 വർഷമായി. അവരുടെ മോൾക്ക് ഇവിടെ വന്ന് നിൽക്കാമെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിൽക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല, അഞ്ജു പറഞ്ഞു. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഇനി അമ്മയോട് ചോദിക്കാൻ നിൽക്കണ്ട. അർജുൻ്റെ അനുവാദം ചോദിച്ചിട്ട് അച്ഛനോട് സംസാരിക്കൂ. അച്ഛൻ സമ്മതിച്ചാൽ പിന്നെ അമ്മ എതിർക്കാൻ വഴിയില്ല, അജിത കൂട്ടിച്ചേർത്തു. ഇനി അങ്ങനെ കൂടി ഒന്ന് നോക്കാം. വീട്ടിലെത്തിയിട്ട് ഒന്ന് വിളിച്ചു നോക്കണം. ഇനി നാളെ വരില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീട്ടിൽ പോകും. അതും പറഞ്ഞ് നന്ദന കൈ കഴുകാൻ എഴുന്നേറ്റു. ക്ലാസ് കഴിയാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കെ പ്രകാശ് നന്ദനയെ വിളിച്ചു. ഇനി എന്താണാവോ പുലിവാല് എന്ന ചിന്തയിലാണ് അവൾ ക്യാബിനിലേക്ക് ചെന്നത്. ഇരിക്ക്, അവളെ കണ്ടതും പ്രകാശ് പറഞ്ഞു. സാർ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ നിൽക്കാം. അവിടെ തന്നെ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പ്രകാശുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ താല്പര്യമില്ലെങ്കിലും അയാൾ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇരുന്ന് സംസാരിക്കാം, പ്രകാശ് വീണ്ടും പറഞ്ഞപ്പോൾ അവൾ എതിർവശത്തായി ഇരുന്നു. ഭർത്താവുമായി പിണങ്ങിയിട്ടാണോ ഇന്നിങ്ങോട്ട് വന്നത്? കയ്യിലെ പേന കറക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഏയ് അല്ല, അവൾ പെട്ടെന്ന് കയറി പറഞ്ഞു. എങ്കിൽ പിന്നെ വീട്ടുകാരുമായിട്ടാണോ പ്രശ്നം? എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാർ. താനിപ്പോൾ പറയുന്നത് കള്ളമാണെന്ന് ഈ മുഖത്ത് നിന്നും വ്യക്തമായി വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, പ്രകാശ് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ സാറിന് സംസാരിക്കാൻ? അവൾ നീരസത്തോടെ ചോദിച്ചു. ഹസ്ബൻഡ് നാട്ടിലില്ലേ? അയാൾ വീണ്ടും ചോദിച്ചു. ഇല്ല, എറണാകുളത്താണ്, നന്ദന മറുപടി പറഞ്ഞു. വീട്ടിലേക്ക് ദിവസവും വരുമോ? ആഴ്ചയിൽ വരും. എത്ര കുട്ടികളാണ് തനിക്ക്? കുട്ടികളായിട്ടില്ല. അങ്ങനെ അയാളുടെ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ലായിരുന്നു. അതെന്താ? വീണ്ടും അയാൾ ചോദിച്ചപ്പോൾ ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. കാണുന്നവരോടൊക്കെ അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റു. അനുവാദം ചോദിക്കാതെ തന്നെ അവൾ പുറത്തേക്ക് നടക്കുകയും ചെയ്തു. അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞുള്ള ബെല്ലടിച്ചിരുന്നു. ബാഗുമെടുത്ത് താഴേക്ക് നടന്നിറങ്ങി അവൾ. സാർ എന്തിനാണ് വിളിച്ചതെന്ന് അഞ്ജു ചോദിച്ചപ്പോൾ കൃത്യമായി ഒരു മറുപടി പറയാൻ നിൽക്കാതെ അവൾ ഒഴിഞ്ഞുമാറി. അവളുടെ മനസ്സിനെ കാര്യമായി എന്തോ അലട്ടുന്നുണ്ടെന്ന് ബോധ്യമായതിനാൽ അവരും അവളോട് കൂടുതലൊന്നും ചോദിച്ചില്ല. അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ നന്ദന ചന്ദ്രനെ ഒന്ന് നോക്കി. അദ്ദേഹം ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ധൈര്യം സംഭരിച്ച് നന്ദന വിളിച്ചു. അതോടെ പൂജയും ശശികലയും കൂടി അവളെ നോക്കി. എന്താ? ഗൗരവത്തിൽ ചന്ദ്രൻ ചോദിച്ചു.
അർജുനേട്ടൻ നാളെ വരുന്നില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? അവൾ തിരക്കി. എന്തിനാ ഇപ്പോൾ പോണത്? വല്ല വിശേഷവുമുണ്ടോ? ചന്ദ്രൻ ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല. അമ്മയുടെ കൂടെ 2 ദിവസം നിൽക്കാൻ ഒരാഗ്രഹം. നോക്കാം എന്നും പറഞ്ഞ് അയാൾ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. അയാൾ ഇനിയും എന്തെങ്കിലും പറയുമെന്ന് നന്ദന പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ അയാൾ എഴുന്നേറ്റ് പോയി. താൻ ചന്ദ്രനോട് അക്കാര്യം പറഞ്ഞത് പ്രഭാവതിക്ക് ഇഷ്ടമായിട്ടുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ നന്ദന പിന്നീട് അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഏട്ടൻ വല്ലപ്പോഴുമല്ലേ ഏട്ടത്തി വരുന്നത്? അന്നേരം വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞാൽ പിന്നെ ഏട്ടൻ ഇങ്ങോട്ട് വരുമോ? അച്ഛൻ എഴുന്നേറ്റ് പോയപ്പോൾ പൂജ നന്ദനയോട് ചോദിച്ചു. അർജുനേട്ടൻ വരുന്നില്ലെങ്കിൽ പോകുന്ന കാര്യമല്ലേ പൂജയെ ഞാൻ പറഞ്ഞത്. അഥവാ ഏട്ടൻ വരുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ പോകില്ല. തെല്ല് സങ്കടത്തോടെ നന്ദന പൂജയോടായി പറഞ്ഞു. നാളെയല്ലെങ്കിൽ പിന്നെ എന്ന് പോകാനാണ്? അവൾ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പ്രഭാവതി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ക്ലാസ് കഴിഞ്ഞ് പോകാമല്ലോ? നന്ദന വീണ്ടും പറഞ്ഞു. നിനക്കിവിടെ വല്ല കുറവുമുണ്ടോ? പ്രഭാവതി ചോദിച്ചു. ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ അമ്മേ സ്വന്തം വീട്ടിൽ പോകുന്നത്? പൂജ ഇവിടെ നിൽക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ കുറവുള്ളത് കൊണ്ടാണോ? ധൈര്യം സംഭരിച്ചുകൊണ്ട് മനഃപൂർവ്വമല്ലെങ്കിൽ പോലും മനസ്സിൽ തട്ടി നിന്നിരുന്ന ചോദ്യം നന്ദനയിൽ നിന്നും പുറത്തേക്ക് വീണു. അതോടെ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ പ്രഭാവതി എഴുന്നേറ്റു. നന്ദന! ചന്ദ്രൻ വിളിക്കുന്നത് കേട്ടതും നന്ദനയോട് സംസാരിക്കാൻ തുടങ്ങിയ പ്രഭാവതി മൗനം പാലിച്ചു. അദ്ദേഹം വിളിച്ചതും നന്ദന ഭവ്യതയോടെ എഴുന്നേറ്റു നിന്നു. അർജുൻ നാളെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. ഇനി നീ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്നറിഞ്ഞാൽ അവന് വരവ് മാറ്റിവെക്കാനും ആ ഒരു കാരണം മതി. അതുകൊണ്ട് ഇന്നിനി അവൻ വിളിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും പറയുകയും വേണ്ട. നാളെ അർജുൻ വരികയാണെങ്കിൽ തിങ്കളാഴ്ച ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോളൂ. പിന്നെ ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതി. ഇനി അവൻ വരുന്നില്ലെങ്കിൽ ഞായറാഴ്ച വീട്ടിലേക്ക് പോയിക്കോളൂ. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. ചന്ദ്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയ്ക്ക് മനസ്സ് നിറഞ്ഞു. എന്നാൽ പ്രഭാവതി ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി. അത് കാര്യമാക്കാതെ അവൾ പ്ലേറ്റെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ഭക്ഷണം കഴിച്ച പാത്രം വലിയ ശബ്ദത്തോടെ സിങ്കിലേക്കിട്ട് പ്രഭാവതി അടുക്കളയിൽ നിന്നും പോയപ്പോൾ നന്ദന ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. പൂജ അവൾ കഴിച്ച പ്ലേറ്റുമായി അടുക്കളയിലെത്തി. അത് കഴുകി വയ്ക്കുമ്പോൾ നന്ദനയെ ഒന്ന് നോക്കി. അന്നേരം നന്ദന ബാക്കി കറികൾ ഫ്രിഡ്ജിൽ വെക്കുകയായിരുന്നു. അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഏട്ടത്തി, മടിയോടുകൂടിയാണെങ്കിലും പൂജ പറഞ്ഞു. നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ സംസാരിക്കാനാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ. അർജുനേട്ടൻ എനിക്ക് വേണ്ടി സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന ചിന്ത പോലുമില്ല. അതും പറഞ്ഞ് നന്ദന പാത്രം കഴുകാൻ തുടങ്ങിയപ്പോൾ പൂജ അവിടെ നിന്നും പിൻവാങ്ങി. വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ഫോണുമെടുത്ത് നന്ദന ബെഡിലേക്ക് ചാഞ്ഞു. അർജുൻ്റെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും വന്നു കിടക്കുന്ന മെസ്സേജ് അവൾ കണ്ടു. ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. അപരിചിതമായ ആ നമ്പറിൽ നിന്നും വന്ന മെസ്സേജ് ആരുടെയെന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയും പ്രതീക്ഷിച്ചു കൊള്ളുന്നു.